ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു പരിപാടിയില്ല. വൈകുന്നേരം ഇപ്പോൾ മഴക്കോളം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് ഇറങ്ങിയതാണ് റോഡിലെ വിശേഷങ്ങൾ അറിയാനായിട്ട്. എന്തൊക്കെയാണ് റോഡിൽ നടക്കണതെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ചുമ്മാ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് മഴക്കോള് എന്നത്തെയും പോലെ മഴക്കോൾ തുടങ്ങി. ഉച്ചയ്ക്ക് ഒട്ടുക്കത്തെ ചൂടും വൈകുന്നേര സമയമാകുമ്പോഴത്തേക്കും പുള്ളിയെന്ത് ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞു വന്നത് വൈകിട്ട് വരെ ഒടുക്കത്തെ ചൂടും അത് കഴിഞ്ഞാൽ പിന്നെ മഴയും. അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കാലാവസ്ഥ. എല്ലായിടത്തും എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തായാലും ഇങ്ങനെയാണ്. കൈ കാണിച്ചിട്ടും പുള്ളിക്ക് പോകാൻ വയ്യെങ്കിൽ ഞാനങ്ങ് പൊക്കളയാം. ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഓട്ടോക്കാരുടെ വിശ്വാസം കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കൈ അടിച്ചത്. അത് കലക്കേറ്റ സൈലൻസർ സോസിനോട്ട് കലക്കേട്ട. ചില മരങ്ങളിലെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിലൊരു മഞ്ഞ പൂ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ ടിപ്പിക്കൽ ആ ഒരു തിരക്ക് തന്നെയാണ് ഈ റോട്ടിലുള്ളത് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോഴാണോ സമയമായെന്ന് തോന്നുന്നത്. തിരക്കിൻ്റെ സമയമായി. എല്ലാവരും ഓഫീസ് ടൈം കഴിഞ്ഞ് ഇറങ്ങി തുടങ്ങിയ ടൈമാണ്. സ്കൂളില്ലാത്തത് കൊണ്ട് സ്കൂളിൻ്റെ ഒരു ഇതില്ല. മീൻസ് പിള്ളേരെ തിരക്കില്ല, ജോലി തിരക്കുള്ള ആൾക്കാരെ തിരക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ, ഈ എൻടോർക്ക് കൂടുതലും ഇപ്പോൾ പെണ്ണുങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് ഗേൾസ് ഇപ്പം സ്കൂട്ടി അല്ലെങ്കിൽ സ്കൂട്ടർ നോക്കുമ്പോഴത്തേക്കും കൂടുതലും ഗേൾസ് എടുക്കുന്നത് എൻടോർക്കാണ്. എൻടോർക്ക് എടുത്തിട്ട് അവർ നോർമലി ആയിട്ടും അല്ല പോകുന്നത്. അവർ കൂടുതലും നമ്മളെ ബോയ്സ് പോകുന്ന പോലെ തന്നെ കത്തിച്ചു വിട്ടാണ് അവരും പോകുന്നത്. ഞാനിത് ഓവർടേക്ക് ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും ഞാൻ കണ്ണാപ്പിയാണ്, പെണ്ണുങ്ങളെ കണ്ടുകൊണ്ട് സ്പീഡ് കൂട്ടി ഞാൻ ഓവർടേക്ക് ചെയ്തതാണെന്ന് ചിലപ്പോൾ ഒരു തോന്നൽ വരും. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാതിരുന്നത്. പിറകെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിയാണെന്നും ചിലപ്പോൾ വിചാരിച്ചോളൂ. ഏതാണ് ഞാൻ പിന്നെ രണ്ടും കെട്ടുള്ള അവസ്ഥയായി. പിന്നെ ഞാൻ ഇങ്ങ് ഓവർടേക്ക് ചെയ്ത് എന്താ പറയട്ടെ, കല്ലിയല്ലി ചക്കപ്പഴം നിന്നോണ്ട് പോകണം പുള്ളി. ചക്ക അടത്തോണ്ട് പോണ കൂട്ടത്തിൽ പഴുത്ത ചക്ക മുകളിൽ വെച്ചിരുന്നിട്ട് തിന്ന് ഇവിടെ നിന്ന്. അത് കോമഡി തന്നെ കേട്ടോ. റോട്ടിലെ വിശേഷങ്ങൾ ഈസ് ഓൾവേസ് ഫണ്ണി. XUV 700 മഹീന്ദ്ര ഇപ്പോൾ ഇറക്കുന്ന വണ്ടികളെല്ലാം കിണ്ണങ്കാച്ചി മോഡലുകൾ തന്നെ അല്ലേ ഇപ്പം. ആ ഒരു BE6 അതും XUV 700 എല്ലാം കിടുക്കൻ ഡിസൈനുകളാണ്. സുസുക്കിയും ആ ഒരു ഫ്രോൺസ് അടിപൊളി ഡിസൈനാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യുണ്ടായി വെർണയും പുതിയ ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ആ ഒരു പുതിയ വെർണയുടെ ഡിസൈൻ ഒരു രക്ഷയില്ല. മോഡിഫൈ ചെയ്യാതെ തന്നെ അത്യാവശ്യം നൈസാണ്. കുറച്ചൊന്ന് ടച്ചപ്പ് കൂടെ ചെയ്ത് കൊടുത്തുണ്ടല്ലോ കിടുക്കാച്ചിയാവും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ നടുക്ക് റോഡിൻ്റെ ഞാൻ കാണിച്ചിട്ട് അത് കയറുമ്പോൾ ഉള്ളൊരു കണ്ടോ, ക്യാമറയിൽ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഈ റോഡ് രണ്ട് ഇതായിട്ടാണ് ഇട്ടേക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ ഡാമേജ് ആയിരുന്ന സാധനം പിന്നീട് പാച്ച് വർക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു. ഒരു ടാറിൻ്റെ രണ്ട് ഇതായിട്ട് ഒരു എന്തൊരു പറയണം, നമ്മളിപ്പോൾ ഒരു പപ്പടം പൊട്ടിച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കൂലേ, അതുപോലെ ഒട്ടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നടക്കാനുള്ള ആ ഒരു ഇതറിയാൻ പറ്റുമല്ലോ, പൊട്ടിയിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം. അതുപോലെയാണ് ഇതിൽ ഇരിക്കുന്നത്, ഒട്ടിച്ച് വെച്ചേക്കണം പോലെ. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു സാധനത്തിൽ കയറുമ്പോഴത്തേക്കും വണ്ടിയുടെ ടയർ പാളുന്നുണ്ട്. അപ്പോൾ അത് ഓവർടേക്ക് ചെയ്തൊക്കെ വന്നിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ ഒന്ന് കയറുകയാണെങ്കിൽ ഇതിങ്ങനെ അങ്ങ് പോകും കണ്ട വണ്ടി. ഞാൻ മനഃപൂർവ്വം ആക്കണമല്ല, ഈ സാധനത്തിൽ കയറുമ്പോഴത്തേക്കും വണ്ടിയുടെ ടയർ അങ്ങനെ പോകണമെന്നാണ് കണ്ട. അത് ഭയങ്കര ഡേഞ്ചറാണ് ഈ സാധനം. ലൗഡ് എക്സ്ഹോസ്റ്റ് കയറ്റുന്നതിനോട് എനിക്കിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് സിംഗിൾ സിലിണ്ടർ വണ്ടിയിൽ. സിംഗിൾ സിലിണ്ടർ വണ്ടിയിൽ ഒരു രക്ഷയില്ലടേ. വെറും അരോചകമാവുക എന്നല്ല, വണ്ടിയുടെ മൈലേജും പോവും, സൗണ്ടും അരോചകം. അതിനേക്കാളും നല്ലത് സ്റ്റോക്ക് വണ്ടിയുടെ സൗണ്ട് തന്നെ കൊണ്ട് കിടക്കുന്നതാണ്. അല്ലെങ്കിൽ അത്യാവശ്യം ബാസുള്ള സൈലൻസർ സൗണ്ട് വരുന്ന വണ്ടികളെടുക്കുക. 150 cc അങ്ങനെ ഗ്രണ്ടുള്ള ഒരു സൗണ്ടുള്ള വണ്ടി അത് സത്യം പറഞ്ഞാൽ ഇല്ല. ആകെ ഉള്ളത് നമ്മളെ വണ്ടി തന്നെ തോന്നുന്നു അത്യാവശ്യം ശബ്ദം ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അപ്പാച്ചി 160 സൗണ്ട് അത്യാവശ്യം നൈസാണ്.
ഐ മീൻ ആ ഒരു 150 160 ആ ഒരു സെക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഉള്ള റോഡ് മുഴുവൻ ഇപ്പോൾ എൻഡോർക്കാണല്ലോ. വന്നപ്പോൾ കണ്ട എൻഡോർക്ക്, ഇതാ ഇപ്പോൾ കണ്ടോ എൻഡോർക്ക്, ഇതാ ഓട്ടക്ക്, ഇത് എൻഡോർക്ക്, മൊത്തം എൻഡോർക്കിൻ്റെ കളിയാണ്. നമ്മളൊരു വണ്ടി നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ ആ വണ്ടികൾ തന്നെ ആയിരിക്കും. അത് വേറൊരു കാര്യം. ഇതേ ഒരു എൻഡോർക്ക്, അത് ലേഡീസാണ് ഓടിച്ചുകൊണ്ട് പോയത്. എൻഡോർക്ക് ഈസ് എവരിവെയർ, ലേഡീസ് കൂടുതൽ. ആണ്ട് വേറൊരു എൻഡോർക്ക്, അത് ലേഡിയാണ് ഓടിച്ചുകൊണ്ട് പോകണേ കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, എൻഡോർക്ക് ഈസ് എവരിവെയർ ആൻഡ് ലേഡീസ് കൂടുതൽ ഉപയോഗിക്കുന്നു. ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതെന്ത് പോലീസ് ഇരിക്കണ എപ്പോഴും ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിക്കുന്നതാണോ അറിയില്ല. ഒരുപാട് അതേ ഇവിടുത്തെ ഇത് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ നിർത്തിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഭയങ്കര തിരക്കാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ട്രാഫിക് കൺട്രോൾ അതിൻ്റെ അടുത്തൊരു എൻഡോർക്കല്ലത്. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്, ഭയങ്കര തിരക്കാണ്. കയറ്റി ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി നിർത്തിയേക്കണായിരിക്കും. പക്ഷേ മറ്റെല്ലാം പെറ്റിയടിക്കുന്ന മെഷീനൊക്കെ കയ്യിരിക്കുന്നുണ്ട്. അതിനെന്തരാണെന്ന് അറിഞ്ഞൂടാ, തൂക്കമായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ റോഡിൽ കാര്യമായ വിശേഷങ്ങളൊന്നുമില്ല. ആസ് യൂഷ്വൽ വിശേഷങ്ങൾ തന്നെയാണ്. നമുക്ക് ഹൈവേയിലോട്ട് കയറാം. ഹൈവേയിൽ കയറുമ്പോൾ കുറച്ച് വിശേഷങ്ങൾ കൂടെ കിട്ടും. ഇല്ലെന്ന് തോന്നല്ലേ, നമ്മളെ ഓട്ടോ ഉള്ള സ്ഥലങ്ങളാണ് പോകണമെങ്കിൽ നമുക്ക് കുറേ വിശേഷങ്ങൾ കിട്ടും. ഓട്ടോ ഉള്ള അടുത്തൊരു എൻഡോർക്ക് പോകുന്നു. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻഡോർക്കുകളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എൻഡോർക്കെന്നല്ല, ഏത് വണ്ടിയും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയിൽ നമ്മളെ കണ്ണിൽ കാണുന്നു. ഫ്രോങ്സ് പോകുന്നു. ഹൈവേയിൽ ഇങ്ങനെ കയറി കിടക്കുന്നത് ഭയങ്കര ഒരു ഡേഞ്ചർ പിടിച്ച പരിപാടിയാണല്ലേ. വൈ ഓൾ ആർ ദേ ഡൂയിങ് ദാറ്റ് ഐ ഡോണ്ട് നോ. കൈ കൊടുത്താൽ വണ്ടി പുലിക്കുട്ടി തന്നെ കേട്ടോ. എയർ ഫിൽറ്റർ മാറാതെ കുറച്ചായി കേട്ടോ. എയർ ഫിൽറ്റർ മാറിയിട്ട് നമുക്ക് എയർ ഫിൽറ്റർ വണ്ടിയിൽ ഉടനെ മാറിക്കണം. ഇതൊക്കെ നോക്കിയാണ് സൈക്കിളൊക്കെ കൊണ്ടൊക്കെ റോഡ് കിടക്കണം നോക്കിയാണ്. അപ്പുറത്തെ ഒരു സിഗ്നലുണ്ട്, പക്ഷെ അതുവഴി പോകില്ല. അവരൊക്കെ ഇങ്ങനെ പോവുള്ളൂ. ഇങ്ങനെയാണ് ആൾക്കാരൊക്കെ ഒന്ന് കൊല്ലിക്കുന്നത്. ഹൈവേ കയറിയപ്പോഴാണ് വിശേഷങ്ങൾ കൂടുതലെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ പോകണത് വെറും തേപ്പ് പരിപാടിയില്ലേ, പിന്നല്ലാതാ. തിരക്ക് തുടങ്ങിയുണ്ട്. ആ ഈ മരത്തിലെ ചെടി നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ മിനി ദുബായ് എത്തിയിട്ടുണ്ട്. കഴക്കൂട്ടം ഭയങ്കര തിരക്ക് കേട്ടോ. റോഡൊക്കെ ഒരു രക്ഷയില്ല. അത് വേറൊരു കാര്യം. ഇവിടെ നമ്മൾ ഒരു വണ്ടിയുടെ പിറകിൽ നിന്ന് വയ്യ ഇങ്ങനെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഫാസ്റ്റ് ട്രാക്കും സ്ലോ ട്രാക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സൈഡ് നോക്കുക, കയറി പോവുക, അതേയാണ് ഓള്. ഇവിടുത്തെ ചുവർ ചിത്രം കണ്ടിട്ടുണ്ടോ? എപ്പോഴും പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമുക്ക് അടുത്ത യൂ ടൈം പിടിച്ചിട്ട് തിരിച്ചു വരാവേ. ഹോട്ടലിലെ വിശേഷം ഭയങ്കര തിരക്ക് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പം തിരക്കിൽ വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. ചിലരുണ്ട് ഇത് കിക്ക് അടിച്ച് കിടക്കുന്നവന്മാർ, അതായത് കട്ടടിക്കാൻ വേണ്ടി ഗ്യാപ്പടിച്ച് പോകാനേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവന്മാരൊക്കെ ഇത് വട്ടാണ്. അതെ, ഈ ഒരു പാലം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അങ്ങോട്ട് മാറുന്നുണ്ട് കേട്ടോ. ഒരു മിനി ദുബായ് എന്ന് പറയുന്ന പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിനി ദുബായ് പോലെ ഇവിടുത്തെ നമ്മളെ സ്ട്രക്ചർ അങ്ങ് മാറും കേട്ടോ. ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇവിടുത്തെ ഈ ഒരു ഹൈവേ, അതായത് ഈ ഒരു ഓവർബ്രിഡ്ജ് പാലം കയറുന്ന ആ ഒരു സ്ഥലമുണ്ട്, കണിയാപുരം കഴിഞ്ഞിട്ട് ആ ഒരു പാലം, അവിടെ ടെക്നോ പാർക്ക് കാര്യങ്ങൾ അങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് തുടങ്ങിയ ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെയും ഏകദേശം ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര ഡേഞ്ചറായിട്ടാണ് കേട്ടോ ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത്. നമുക്ക് അവൻ പറന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് പറഞ്ഞ പോലെ ആള് പാടാവും. കാർ ഈസ് ഓക്കെ, ബൈക്ക് നോട്ട് ഓക്കെ. പുള്ളിക്കാരൻ ഇൻഡിക്കേറ്റർ ശ്രദ്ധിച്ചില്ല.
പാഷൻ പ്രോയിലൊക്കെ പോകേണ്ട ഇവിടെ. എല്ലാവരും ഇവിടെ കയറി കഴിഞ്ഞാലേ സ്കൂട്ടിയൊക്കെ വരില്ല, ഫുള്ള് കയ്യെടുത്ത് പോയിട്ട് ആ ഒരു സൗണ്ട് കേൾക്കണം, ഊന്ന് പറയും. അതുപോലെ തന്നെ സ്പ്ലെൻഡർ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഭയങ്കര രസമാണ്. ഇവിടെ നിന്നൊരു യൂട്ടേൺ അടിക്കാൻ തോന്നണില്ല. എന്തായാലും വന്ന ഈ റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സർവീസ് റോഡിലോട്ട് കയറാനും പിന്നെ നമുക്ക് അങ്ങനെ ചെറിയ റോഡിലോട്ട് കയറാൻ നമുക്ക് തോന്നില്ല. ഭയങ്കര ഭംഗിയാണ്, ഇങ്ങനെ അങ്ങ് ഓടിച്ചുകൊണ്ട് പോകാൻ തോന്നും. പക്ഷേ ചന്തി കുതം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നീര് വരും, അത് വേറൊരു കാര്യം. ഈ ഫ്ലൈ ഓവറാണ് കണ്ടത്, ബ്യൂട്ടിഫുൾ അല്ലേ? ഇതുവഴിയൊക്കെ നടക്കാൻ പാടുണ്ടോ? ഇതൊക്കെ വർക്കേഴ്സാണെന്ന് തോന്നല്ലേ? ഇത് വർക്കേഴ്സാണ്, അതുകൊണ്ടായിരിക്കും ഇവിടെ കയറി കിടക്കണം. അല്ലാതെ ഇവിടെ ആരും അങ്ങനെ പൊതുവെ ഇറങ്ങി നടക്കാറില്ല. അതുകൊണ്ട് ഇവിടുത്തെ പണി എന്തോ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതിൽ വെള്ളം അടിക്കണം തോന്നുന്നു, അതിൽ വെള്ളം അടിക്കും. റോഡിലെ വിശേഷം തിരക്കി ഞാൻ കന്യാകുമാരി എത്താറായി. നമുക്കിന്ന് പോണ്ടേ? ഞാൻ പുഞ്ചക്കര് പോയി ഈ റൂട്ടാണ് കേട്ടോ. ലെഫ്റ്റ് there is a U-turn, there is a U-turn. അപ്പോൾ നമുക്കൊരു U-turn അടിക്കാം. ഓ ദാറ്റ് ഈസ് നോട്ട് എ U-turn. അത് U-turn അല്ല, അത് ട്രാഫിക് ഡൈവേർഷൻ ആയിരുന്നു. അത് അപ്പുറത്തെ റോട്ടിലോട്ട് കയറാനുള്ളതല്ല ചേട്ടാ. നമുക്ക് U-turn അടിക്കാനുള്ള ഒരു വകുപ്പും ഞാൻ കാണുന്നില്ല ഇവിടെയൊന്നും. എൻ്റെ പൊന്നെ, ഇത് കയറി കഴിഞ്ഞാൽ ഞാൻ അടുത്ത ജില്ലയിലുള്ളതാണ് U-turn. അയ്യോ, ആ സൈഡിൽ കൂടെ വന്നിരുന്നെങ്കിലേ, ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് നൈസിന് കണ്ട് ഇതിൻ്റെ അകത്തൂടെ ഇപ്പുറത്തൂടെ ഒന്ന് ഇറങ്ങാമായിരുന്നു. ഇനിയിപ്പോൾ ഏത് കൊല്ലത്ത് കാണോ എന്തോ, ഒന്നും അറിയാൻ വയ്യ. പുല്ല് വല്ല കാര്യം ഉണ്ടായിരുന്നാ? എനിക്ക് ആ സർവീസ് റോഡ് ചൂടെ ഇതാക്കിയതാണ്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇറങ്ങാതെ. എൻ്റെ കർത്താവേ, ഞാനിനി എന്നാ ചെയ്യും? ഇനി U-turn ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സർവീസ് റോഡെങ്കിലും പിടിക്കും. എനിക്ക് വയ്യ, ഞാൻ ഒരുപാട് ദൂരെ അങ്ങ് വന്ന്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? വിശേഷം തിറക്കാൻ ഇറങ്ങിയിരിക്കുന്നു അവൻ അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഫൈനലി ഞാനൊരു U-turn കണ്ടുപിടിച്ചു. അങ്ങനെ U-turn വണ്ടി ഇറക്കിയിട്ടുണ്ട്. എല്ലാവരും വഴിയേറ്റി അതിലോട്ട് പോയതാണെന്ന് തോന്നുന്നു. അവൻ വഴി മാറിപ്പോയി, അവൻ സർവീസ് റോഡ് കയറി കൂടെ വന്നത്. അവൻ പറയണ ഞാൻ കേട്ടത്, ഇടാ മൈര വഴിയേറ്റിന്ന്. മിക്കുള്ളവരൊക്കെ തെറ്റി, കാരണം എല്ലാവരും അതിൽ നൂന്ന് വന്നിട്ട് ആ സർവീസ് റോഡ് പിടിച്ച് എല്ലാവരും ആ സർവീസ് റോഡിൽ കൂടെയാണ് പോയത്, മിക്കുള്ള ആൾക്കാർ. കുഴപ്പമില്ല, അവിടെ നിന്നിട്ട് ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നൽ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ പാലത്തിലോട്ട് ഇങ്ങനെ കയറി ജോയിൻ ആവും. പക്ഷേ അവിടെ ഒരു സിഗ്നലുണ്ട്, കുറച്ച് നേരം അവിടെ പിടിച്ചിട്ടേക്ക്. എന്നാ ബ്യൂട്ടിഫുൾ അല്ലേ സ്കൈ? നോക്ക്, സ്കൈ ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ, ഒരു രക്ഷയില്ല. ലുലു വൈകുന്നേരം ആയപ്പോൾ അസ്യൂഷ്വലുള്ള തിരക്ക് വരുന്നുണ്ട് കേട്ടോ. ലുലു മാൾ വൈകിട്ട് ഭയങ്കര തിരക്കാണ്, വണ്ടിയൊക്കെ നിറഞ്ഞു കുത്തിയിരിക്കുന്നു. ഗിയറേ ഉള്ളല്ലേ, 7ാമത്തേലോട്ട് ഷിഫ്റ്റ് ചെയ്തു. തികയുന്നില്ലേ? ഇതായി പോകുന്നു മഹീന്ദ്ര BE. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ ഡിസൈനെ പറ്റി സംസാരിച്ചതായിരുന്നു. ആണ്ട് ഈ വണ്ടി കിട്ടാൻ ഡിസൈൻ തന്നെയല്ലേ, കൊള്ളാം. XEV 9e ടെമ്പററി XEV 9e കൊള്ളാമല്ലേ, അടിപൊളി വണ്ടിയല്ലേ, സ്പേസ്ഷിപ്പ് പോലെ ഉണ്ട്. പക്ഷേ വണ്ടി വൃത്തിയായിട്ട് സൂചിക്കുന്നില്ല. അല്ല, അടിപൊളി വണ്ടി, ടെമ്പററി ആണ് വണ്ടി, നമ്പർ പ്ലേറ്റ് പോലും അത്രയ്ക്കും പുതിയ വണ്ടി, പക്ഷേ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല, വൃത്തിയില്ല.
പുതിയ വണ്ടികളൊക്കെ ഇങ്ങനെ വൃത്തിയില്ലാതെ കൊണ്ട് കിടക്കണം, പുതിയതെന്നല്ല പഴയതായാലും വണ്ടി ഇങ്ങനെ വൃത്തിയില്ലാതെ കൊണ്ട് കിടക്കുന്ന ആൾക്കാരോട് എനിക്കൊരു പൊതുവെ ഒരു പുച്ഛം മാത്രമാണ്. പല തിരക്കുകളിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം മേ ബി, എന്നാലും വണ്ടി അടിപൊളിയായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരെ എനിക്കിഷ്ടം. നമുക്കിന്ന് മാന്യമായിട്ട് വരി കിടക്കാം, അതാണ് അതിൻ്റെ ഒരു ശരി എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. കാക്കു ഡിസയർ, കാക്കു നല്ല പേര്, കാക്കു പേരുള്ളല്ലേ. കാക്കു തുണിക്കട, കാക്കുവിൻ്റെ തുണിക്കട. ഓ, ആ ഒരു കാക്കു ആയിരിക്കും ഉദ്ദേശിച്ചത്, മീൻസ് ബ്രദർ കാക്കു അല്ലെങ്കിൽ ഹസ്ബൻഡ് കാക്കു, ആ ഒരു കാക്കു മേ ബി. എന്നെ പോലെ ഒരു ഡിഫൻസീവ് റൈഡർ ബാക്കിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. RC ഈസ് ആൻ ആർമി ഓഫീസർ, ഐ തിങ്ക് ആർമിയുടെ യൂണിഫോം പോലെ ഉണ്ട്. പുള്ളിയുടെ ഡിസിപ്ലിനൊക്കെ പോയി. താണ്ട പോണേ, ഞാൻ പറഞ്ഞില്ല പറഞ്ഞ കിടിലല്ലേ അതിൻ്റെ പോണേ. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. നൈസ് ഗേൾ. ഞാൻ കണ്ണാടി കൂടെ നോക്കണം, എടാ കള്ള ബൈക്കിലെന്താ പോയി കണ്ണാടി കൂടെ നോക്കണ്. ശരി, ആർമി എന്നാലും പട്ടാള പോലീസുകാർ ചെല്ലാൻ മെഷീനും കൂടെ നിൽപ്പുണ്ട് കേട്ടാ. ചെറിയൊരു ഉള്ളിലൊരു ഭയം, എല്ലാം ക്ലിയറാണ് എങ്കിലും ഒരു കാണുമ്പോൾ ഒരു ഉള്ളിലൊരു ഭയം. വേറൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പെറ്റിയടിക്കാനുള്ള ഇതുണ്ടെങ്കിൽ, ഉദ്ദേശം ഉണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ട് പെറ്റി അടിപ്പിച്ചിരിക്കും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ റോഡിലെ വിശേഷം തിരക്കുള്ള യാത്ര ഇവിടെ തീരുവാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റ, സി യു.